369 മെത്തേഡ്. നമുക്ക് പലപ്പോഴും നമ്മൾ ഈ നമ്പർ ഓർക്കുക, ഈ ഇത് പറയുമ്പോൾ ഓർക്കുക, ഈ മമ്മൂക്കയുടെ നമ്പറാണ് ഓർക്കുക അല്ലേ, 369 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ മാനിഫെസ്റ്റിങ്ങിൽ 369ഉം 11 എന്ന് പറയുന്ന നമ്പറും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 369 മെത്തേഡ് മാനിഫെസ്റ്റിങ്ങിൽ? പലപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ഗോൾ ചൂസ് ചെയ്യുക. അപ്പം നിനക്ക് എന്താണോ അടുത്തൊരു വർഷത്തിനുള്ളിൽ ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ നിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണോ അത് നീ മനസ്സിൽ കരുതുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നീ അത് ചൂസ് ചെയ്യുക. ഇന്ന ലക്ഷ്യമാണ് എനിക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, രാവിലെ 3 പ്രാവശ്യം, രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഉറപ്പെഴുതണം. അതായത് നമ്മൾ ഉചിതമായ സമയം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ സമയം തന്നെയാണ്. ആ ഒരു എണീറ്റ ഉടനെ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട്ബുക്ക് എടുക്കുക, 3 തവണ ഇതിനു വേണ്ടി മാത്രം നോട്ട്ബുക്ക് എഴുതി വെക്കുക. അതിലേക്ക് 3 തവണ നിന്റെ ഗോൾ എഴുതി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 6 പ്രാവശ്യം എഴുതി വെക്കുക. ഓക്കെ, ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഏകദേശം പറയുകയാണെങ്കിൽ ഫുഡ് കഴിച്ച സമയത്തൊക്കെ, ഫുഡ് കഴിഞ്ഞ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ രാത്രി ഉത്തരമായിട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യാം. 9 പ്രാവശ്യം എന്ത് ചെയ്യുക, രാത്രി നമ്മൾ ഈ ലക്ഷ്യം എഴുതി വെക്കുക, നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഗോൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ രാവിലെ 3, ഉച്ചയ്ക്ക് 6, വൈകുന്നേരം 9. ഇതാണ് 369 മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഇതിനെ കുറച്ചുകൂടി കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും 369 മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളെപ്പോഴും നമ്മളുടെ മൈൻഡ് ആ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് രാവിലെ 3 തവണ എഴുതി, ഉച്ചക്ക് 6 തവണ എഴുതി, രാത്രി 9 തവണ എഴുതി, അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ദിവസവും എഴുതണം. ഓക്കെ, ദിവസവും എഴുതുമ്പോൾ നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും നമ്മളെ ഗോളിനെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ഒഴിവാക്കുക. ഈ സെൽഫ് ടോക്ക് ഉള്ളിടത്തോളം കാലം നിനക്ക് ഒരിക്കലും മെച്ചമുണ്ടാവില്ല. അതായത് നീ സംസാരിക്കുകയാണെന്ന് നടക്കില്ല, അല്ലെങ്കിൽ ഇതൊരിക്കലും നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ നീ ആയിട്ട് നടത്തുമ്പോൾ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. വരണമെങ്കിൽ എന്ത് ചെയ്യണം, നെഗറ്റീവായിട്ട് സെൽഫ് ടോക്ക് ഉറപ്പായിട്ട് ഒഴിവാക്കണം. ഓക്കെ, പിന്നെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഹാപ്പി ആയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കരയുമ്പോഴോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ ചെയ്യരുത്. അത്രയും ഫീലിങ്ങോട് കൂടി, ഹാപ്പി ഫീലിങ്ങോട് കൂടി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഏറ്റവും പ്രധാനമായിട്ടുള്ള പലപ്പോഴും പലവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, നമ്മൾ ഒരു ആക്ഷനും ഇല്ലാതെ, അതായത് പ്രവൃത്തിയില്ല. ഇപ്പോൾ എനിക്കൊരു പൈലറ്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷേ ഞാൻ പൈലറ്റ് ആവാൻ ഒന്നും ചെയ്യുന്നില്ല, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടുമെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നീ പരിശ്രമിക്കുന്നുണ്ടോ, നിനക്ക് ഉറപ്പായിട്ട് ലഭിക്കും. പരിശ്രമത്തോടൊപ്പം ഈ മാനിഫെസ്റ്റേഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ, ഈ 369 മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കും. ഓക്കെ, അവ മണ്ടത്തരം കാണിക്കാതിരിക്കാനുള്ളതാണ്. ഇനി നോക്കുകയാണെങ്കിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, പലപ്പോഴും പലരും കാണിക്കുന്ന മിസ്റ്റേക്കാണ്. ഇപ്പോൾ പൈലറ്റ് ആവണം, ഇപ്പോൾ എൻ്റെ ലക്ഷ്യം പൈലറ്റ് ആവണം, 3 തവണ എഴുതി, രാത്രി 9 തവണ എഴുതി, ഉച്ചയ്ക്ക് 6 തവണ എഴുതി, ഇങ്ങനെ മാത്രം എഴുതി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് നടന്ന് കിട്ടിയതായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പൈലറ്റ് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാനിപ്പോൾ പൈലറ്റായി ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നടന്ന് കഴിഞ്ഞിട്ട് എഴുതാം. അത് ഈ രാവിലെ 3 തവണ എഴുതുമ്പോഴും ഉച്ചയ്ക്ക് 6 തവണ എഴുതുമ്പോഴും രാത്രി 9 തവണ എഴുതുമ്പോഴും ശ്രമിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് 369 എന്ന് പറയുന്ന മെത്തേഡ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് പ്രസന്റ് ടെൻസിൽ നമുക്ക് എഴുതാവുന്നതാണ്. അതായത് ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നു, ഓൺ ഗോയിങ് എന്ന പ്രോസസ്സിൽ, അതായത് ഞാൻ പൈലറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ എഴുതാം. 2 രീതിയിൽ എഴുതാം. അപ്പോൾ
ഏത് രീതിയിൽ വേണേൽ എഴുതാം. പക്ഷെ കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യത്തെ മെത്തേഡാണ്, നടന്ന് കഴിഞ്ഞതായിട്ട്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ 3-6-9 മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളുടെ കയ്യിലിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, ഫോക്കസ് ചെയ്യുക. താങ്ക് യു.